ഹായ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊന്ന് ഒരു യാത്രയാണ്, ചെറിയൊരു യാത്ര. അതാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സംഭവം ഞാൻ മധുരയ്ക്ക് പോവുകയാണ്. നമ്മളൊന്ന് വേറെ പപ്പയ്ക്കൊരു എക്സ്പോയിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചാടി കയറി, അത്രേ ഉള്ളൂ. പപ്പ പോകണമെന്ന് തീരുമാനിച്ച് നമ്മൾ കൂടെ കയറി. അപ്പോൾ ഞാനിവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് രാഹു ഉണ്ടാക്കും. അവിടെ നിന്ന് അമ്മയും പപ്പയും കാണും. നമുക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിറങ്ങിയെങ്കിലും രാഹു ഇതുവരെ എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ. രാഹുവിനെ ഇങ്ങനെ കുത്തിപ്പൊക്കി വിട്ടതിന് ശേഷം ഞാൻ ഒരു പഴമൊക്കെ കഴിക്കുവാണ്. വേറൊന്നുമല്ല, ഞാൻ ഫുള്ളി ക്ലീൻ ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി എനിക്ക് കുക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും വയ്യ. സോ ഞാൻ വിചാരിച്ചൊരു പഴം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് രാഹുവിൻ്റെ റെഡിയായി ഇറങ്ങി. രാഹു എൻ്റെ കൂടെ ഇറങ്ങി കേട്ടോ. വർക്കിന് പോകാനുള്ള സെയിം വേഷത്തിലാണ് രാഹു ഇറങ്ങിയത്. എന്നെ നേരെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ കൊണ്ടാക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഒരു സാധനം തപ്പി നടക്കുക. വേറൊന്നുമില്ല, ഏലാഞ്ചി. അങ്ങനെ പോകുന്ന വഴിക്ക് മലബാർ ബൈറ്റ്സിൽ നിർത്തി എനിക്ക് ഏലാഞ്ചി കാണിച്ചു തരുവാണ് കേട്ടോ. ഇതാണ് ഏലാഞ്ചിന്ന്. ബട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റായിരുന്നു. എനിക്ക് അത് അത്ര പോരായിരുന്നു. ഞാനൊരു സമൂസയും ഒരു ഹോർലിക്സും കുടിച്ചു. ഒരു ചായയും ഒരു ഏലാഞ്ചിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റിംഗ് ആണ് കേട്ടോ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. KSRTC ബസ് സ്റ്റാൻഡിൽ അവരെത്തി. അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ അവർ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൊരു 3-4 മിനിറ്റ്സിൽ അവരും വന്നു. അവരും എത്തി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ടൊരു കപ്പിൾ ഡ്രസ്സിലൊക്കെ ബ്ലാക്കിലൊക്കെ വന്നു. പപ്പയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പപ്പയ്ക്ക് ചെറിയ വെയിറ്റ് എടുത്താൽ ഭയങ്കര വെയിറ്റ് ഉള്ള എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും ട്രെയിനിൽ കയറി. രാഹു വരുന്നില്ല, രാഹുവിന് വർക്കുണ്ട്. രാഹുവിന് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. രാഹു അപ്പോഴേ ടാറ്റ ബൈ ബൈ ഒക്കെ സി ഒക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് രാഹു ക്ലോസിങ്ങിലെ ടെൻഷനിലോട്ട് കടന്നു. രാവിലെ ആയിരുന്നു കേട്ടോ നമുക്ക് ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ യാത്ര ഏകദേശം ഒരു 5 മണിക്കൂറുണ്ടായിരുന്നു. 4 മണിക്കൂർ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് 5 മണിക്കൂറുണ്ടായിരുന്നു. അങ്ങോട്ട് 4 മണിക്കൂറില്ലായിരുന്നു. ഈ കീച്ചെയിൻ കണ്ടോ? എൻ്റെ ബാക്കിലാട്ടോ ആദ്യം കൊണ്ടുവന്ന് തൂക്കിയത്. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു വെച്ചായിരുന്നു, ഒരു ആൺകുട്ടി. അപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ആദുവിനെയൊക്കെ കളിപ്പിക്കുന്ന കണക്ക് ഇതിനെടുത്ത് വെച്ച് അവനെ കാണിച്ചിങ്ങനെ കണ്ടാന്നിങ്ങനെ കാണിച്ച് കൊതിപ്പിച്ച് അവനാണെങ്കിൽ തിരിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ തൊടുന്നത് അവനെ വേണമെന്ന് ചോദിക്കുന്നതൊക്കെ കാരണം. എന്നിട്ട് ഈ ട്രെയിനിൽ ഇത് കൊണ്ടിട്ട ആൾ അതിനെ എടുത്തു കൊണ്ടുവന്ന് അവൻ്റെ ഫ്രണ്ടിൽ തൂക്കി കൊടുത്തു. എന്നുവെച്ചാൽ കുട്ടികളല്ലേ, അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അവർക്ക് മേടിക്കാനുള്ളൊരു ആഗ്രഹം കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മധുരൈ എത്തി. നമ്മൾ എത്തിയ ഉടനെ കുളിച്ച് റെഡിയായി നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ വൈകിട്ട് തന്നെ കയറി തൊഴാനുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു. നമ്മളൊരു 4 മണി 4:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോഴേ റൂം എടുത്തു, സെറ്റിലായി, കുളിച്ചു, റെഡിയായി ഇറങ്ങിയത് കേട്ടോ. ഞാൻ ഈ യെല്ലോ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്കും കംഫർട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ ഡ്രസ്സ്. എനിക്ക് വന്നിട്ട് വേറെ ആരും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഈവൻ ഷേപ്പ് അടിക്കണമെങ്കിൽ തന്നെ അമ്മ ഷേപ്പ് അടിച്ച് തന്നാലേ പറ്റൂ. കാരണം പണ്ടോട്ടേ അമ്മ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇട്ടിട്ട് എനിക്ക് പിന്നെ വേറെ ആരും സ്റ്റിച്ച് ചെയ്ത് തന്നെ പിന്നെ കംഫർട്ടില്ല. അതെനിക്ക് അമ്മ ഞാൻ ഏത് മോഡൽ പറഞ്ഞാലും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുമായിരുന്നു. പണ്ടൊരു ടൈം ഞാൻ ഭയങ്കര ഫ്രോക്കിൻ്റെ ഫാനായിരുന്നു. അപ്പോൾ അമ്മ ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാം പല മോഡൽ ഫ്രോക്സൊക്കെ എനിക്കുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുന്നേ. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, നടുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. നമ്മൾ മധുരയിൽ പോയി ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ക്യൂ നിന്നു കേട്ടോ. ക്യൂ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ തമിഴ്സും കൂടി ഉണ്ടല്ലോ. ഇവർ ഭയങ്കര തള്ളെന്ന് വെച്ചാൽ ഇവർ ഒരു രക്ഷയും ഇല്ല. അവർ മിണ്ടാൻ നിൽക്കത്തേ ഇല്ല. ഇവരിങ്ങനെ നമ്മളെ തള്ളിക്കൊണ്ട് നിൽക്കും ബാക്കിൽ നിന്ന്. ഈ ക്യൂ ഫ്രണ്ടിലോട്ട് പോയാലല്ലേ നമുക്ക് നടക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് അവസാനം ദേഷ്യം വരെയൊക്കെ ചെയ്യും. നമുക്കൊട്ടും കൺട്രോൾ
സഹിച്ചാണല്ലോ ക്യൂവിൽ നിൽക്കുന്നത്, കയറി തൊഴുതാൽ മതിയല്ലോ. പക്ഷെ അവരങ്ങനെയല്ല, അവരിങ്ങനെ ഒന്തലും തള്ളലും, ഇവർ പിള്ളേർ ഭയങ്കര ബഹളവും നമ്മളെ വന്ന് തട്ടലും മുട്ടലും ഒക്കെ. അപ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേറ്റ് ആവും. പിന്നെ ഫോണൊന്നും അതുകൊണ്ട് കയറിക്കൂടെ, ക്ലോക്ക് റൂമുണ്ട്, ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് കയറണം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു 5 മണിക്കൂർ നമ്മൾ ക്യൂ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അവിടെ ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തു. സീസണൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവിടെ ഒന്നുമില്ല. സാധനങ്ങൾ മേടിക്കാനായാലും കാണാനായാലും അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരു കടയുണ്ടായിരുന്നു, ഒത്തിരി നമുക്ക് കണ്ടിട്ട് വൃത്തിയുണ്ട് എന്ന് തോന്നിയ കടയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഒരു ജിഗർദണ്ഡ, നമ്മളെ നാട്ടിൽ അങ്ങനെ അത്ര ഫേമസ് അല്ല, പക്ഷെ അങ്ങോട്ട് ഫേമസ് ആയ സാധനമാണ് ജിഗർദണ്ഡ. അപ്പം നമ്മളൊരു ജിഗർദണ്ഡയും എനിക്കും പപ്പയ്ക്കും ഓരോ സോഡ ലൈമും പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് കുടിച്ച്, സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കുടിച്ച് ജിഗർദണ്ഡ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു. അതും നമുക്കൊട്ടും സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു. നമ്മളെല്ലാവരെയും മൂടൊക്കെ അങ്ങ് മാറി. നമ്മൾ പോയി കിടന്ന് പിന്നെ ഉറങ്ങി. നമ്മളൊന്ന് സെറ്റിലൊക്കെ ആയി. പിറ്റേന്ന് രാവിലെ നമ്മൾ വന്ന മെയിൻ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ എക്സ്പോ കാണാൻ വേണ്ടി പോവുകയാണ്. പിറ്റേന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. എന്ത് ടേസ്റ്റായിരുന്നു. സെൽഫ് സർവീസാണ്, പക്ഷെ ആ ഫുഡിൻ്റെ ടേസ്റ്റ്, ആ കോഫിയുടെ ടേസ്റ്റ് ഒരു രക്ഷയും ഇല്ലായിരുന്നു. ഒരു ക്രീമി ഫിൽറ്റർ കോഫി. ഈ 3 ദിവസവും എൻ്റെ പ്രധാന ഭക്ഷണം ഇഡലി സാമ്പാറും ചട്നിയായിരുന്നു. എനിക്കിഷ്ടമാണ് ഇഡലി സാമ്പാറും ചട്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനാണ് ഇടുന്നത്. EVA Expo 2025 മധുരൈ VS ചെല്ലം ഹാൾ. അവിടെ പോയി നമ്മൾ എക്സ്പോയിലൊക്കെ പങ്കെടുത്തു, ഫുൾ കണ്ടു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പറയാതെയാണ് എക്സ്പോയിലോട്ട് പോയത്. അതായത് പപ്പയും പപ്പയുടെ കൊളീഗ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ എക്സ്പോയ്ക്ക് പോവുകയാണെന്നോ കാര്യങ്ങളൊന്നും അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ബട്ട് അവിടെ ചെന്നപ്പോൾ ഏകദേശം അവർ ഫ്രണ്ട്സ്, അവർ കൊളീഗ്സ് എല്ലാവരും അവിടെ വെച്ച് കണ്ടുകൂട്ടി. മിക്കുള്ളവരെ കണ്ടു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ യൂണിയനിലൊക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു. നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് നമുക്ക് കാർഡൊക്കെ തന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുന്നൊരു ടൈം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു. ആ പ്രിവിലേജ് കിട്ടുന്ന ഒരു ടൈം, അതായതൊരു പപ്പയുടെ കൂടെ നമ്മൾ പോവുകയാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ. നമ്മളെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക്. പപ്പയ്ക്ക് വന്നിട്ട് ബിസിനസ്സാണ്, അങ്ങനെ എന്ന് വെച്ചാൽ വെയിങ് ബാലൻസിൻ്റെ ബിസിനസ്സാണ്, ലീഗൽ മെട്രോളജി ലൈസൻസിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ത്രാസിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കാണാനും അറിയാനൊക്കെ പോയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. സാധനം മേടിക്കുന്നതോ എടുക്കുന്നതോ അങ്ങനെ ഒന്നും അറിയത്തില്ല. ഏത് സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. എനിക്കൊരു 1 വയസ്സുള്ളപ്പോൾ തൊട്ടേ പപ്പ ഈ ഫീൽഡിലുണ്ട്. പക്ഷേ എനിക്ക് 24 വയസ്സായി, ഇപ്പോഴും എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ലഞ്ചിന്, പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മൾ തിരിച്ചിറങ്ങി വന്നൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അമ്മയും പപ്പയും വന്നിട്ട് നോൺ വെജ് മീൽസായിട്ടാണ് പറഞ്ഞത്. അതിൽ വന്നിട്ട് മുട്ട ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, മട്ടൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പിന്നെ പായസം, പിന്നെ ഒരു വെജ് കറി, പിന്നെ നമ്മളെ പൊന്നിയരി ചോറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അവർക്ക് ചിക്കൻ 65 ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് വാഴയിലയിൽ പൊള്ളിച്ച എന്തോ ഒരു സംഭവം, പേര് ഞാൻ മറന്നുപോയി. ബട്ട് സംഭവം ഹെവി ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. സാധനം വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വന്നിട്ട് പൊറോട്ടയൊക്കെ ഇങ്ങനെ എന്താ പറയാനാ, അതിങ്ങനെ സോഫ്റ്റായി വല്ല സ്പോഞ്ച് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ കാര്യം വെച്ചാൽ 4 പൊറോട്ടയും ഇതിൻ്റെ അകത്ത് ആവശ്യത്തിലധികം ചിക്കൻ പീസുകളും ചിക്കൻ ഫ്രൈ ചെയ്ത പീസും ഓംലെറ്റ് 1 സൈഡ് ബുൾസൈയോ എന്തോ ഉണ്ടായിരുന്നു.
ഭയങ്കര ടേസ്റ്റ്. പക്ഷെ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഇത് ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹെവി ലോഡായിപ്പോവും. 4 പൊറോട്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ ഹെവി ആയിപ്പോവും. പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സൽന എന്നാണ് അവരുടെ സാധനത്തിന് പറയുന്നത്, ആ ഒരു ഗ്രേവി അതാട്ടോ അവരുടെ പ്രശ്നം. അവരെല്ലാത്തിൻ്റെ കൂടെ ആ സാധനം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫുഡ് ഡ്രസ്സിലൊക്കെ ആക്കി. പിന്നെ എനിക്ക് ഇവിടെ പോയാലും എനിക്ക് കൈ കൊണ്ട് കഴിക്കുന്ന ഒരു ഫീല് എനിക്ക് സ്പൂൺ കൊണ്ട് കഴിച്ചാലോ ഫോക്ക് കൊണ്ട് കഴിച്ചാലോ നൈഫ് കൊണ്ട് കഴിച്ചാലോ ഒന്നും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് കൈ കൊണ്ട് കഴിക്കണം. അപ്പോഴാണ് നമ്മളാ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ കയറിയ ഹോട്ടൽ, ഷൺമുഖ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം റേറ്റാണ്, പക്ഷെ ആ റേറ്റിന് വെർത്താ. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് ഫുഡ് കഴിക്കാൻ കയറാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്ത് ഫേമസ് ജിഗർദണ്ഡ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കയറി ഒരു സ്പെഷ്യൽ ജിഗർദണ്ഡയും ഒരു ബാസന്തി, ഞാൻ അവിടെ പോയിട്ട് ബാസന്തി കേൾക്കുന്നത്, അതും കുടിച്ചു. ആ ജിഗർദണ്ഡ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്യാരമലൈസ് ചെയ്തൊക്കെ ഫീലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ബാസന്തി കൊള്ളായിരുന്നു. അത് വന്നിട്ട് മലായി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, നമ്മളെ വയറ് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിൽഡായിരുന്നു, ഭയങ്കര വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. എന്നാലും ഈ കട ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ കയറി കുടിച്ചാൽ കേട്ടോ. സത്യം എന്തായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ബോഡിയൊക്കെ നല്ല തണുപ്പിച്ചൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഷെയർ ഓട്ടോയൊക്കെ പിടിച്ച് നേരെ റൂമിലോട്ട് പോയി. ഈ റൂമിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ഞാനും അമ്മയും പപ്പയും കൂടി ഇനി ആ മധുരയിൽ കാണാൻ സ്ഥലമൊന്നുമില്ല. കാരണം ഗൂഗിൾ ചേച്ചി നമ്മളെ വഴിതെറ്റിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം കുറേ നടന്നു. കാരണം നമ്മളെ റൂം കണ്ടുപിടിക്കാൻ കുറച്ച് ടഫായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നടന്നു. അമ്മയുടെ കാലൊക്കെ പൊട്ടി സീനായി. എന്നാലും എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല. അന്ന് വൈകിട്ട് നമ്മൾ മധുരൈ കാണാൻ ഇറങ്ങിയെന്ന്, അമ്പലത്തിൻ്റെ ചുറ്റുപാടും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിനുശേഷം പിറ്റേന്ന് രാവിലെ റെഡിയായി. അതിനിടയ്ക്ക് പപ്പ അവിടുത്തെ സ്പെഷ്യൽ പൊറോട്ട, ബൺ പൊറോട്ടയും മട്ടൻ കറിയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. നമ്മൾ റൂമിൽ ഇരുന്നൊക്കെ ഫുഡ് കഴിച്ചു. കാരണം അവിടെ അടുത്ത് നല്ല കടകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അവിടെ. അതിന് പിറ്റേന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ട്രിവാൻഡ്രം വന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് രാഹു നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നേരെ വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങിയത്. എൻ്റെ വീട്ടിൽ പോയി കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.